നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയൊരു പരീക്ഷണത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് സംസ്ഥാനങ്ങളൊട്ടാകെ. മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രതിപക്ഷക്കാർക്കിടയിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ്, ശിവസേന, NCP എന്നിവരടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സീറ്റ് പങ്കിടൽ ചർച്ചകൾ കാര്യമായി തന്നെ നടത്തുകയാണ്. എന്നാൽ ഇത് ഇവർക്കിടയിൽ നിർണായകമായ ചില വെല്ലുവിളികൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സീറ്റ് അതിമോഹമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. നിയമസഭയിൽ ആകെയുള്ള സീറ്റുകളെ മറികടക്കുന്ന സീറ്റെണ്ണമാണ് മറ്റു പാർട്ടികൾ ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള MVയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞത് അവരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള 288 നിയമസഭാ സീറ്റുകളിൽ 125 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനിടെ മുംബൈ കൊങ്കൺ ബെൽറ്റിൽ ചരിത്രപരമായ ആധിപത്യം പുലർത്തുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന 110 സീറ്റുകളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രം ഉറപ്പിക്കാൻ നോക്കുകയാണ്. പരമ്പരാഗത വോട്ടുകളിൽ ഭൂരിപക്ഷം സീറ്റുകളും ഉറപ്പിക്കാനുള്ള ഉറച്ച നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശംസനീയമായ വിജയം നേടിയ ശരത് പവാറിന്റെ NCP 85 സീറ്റുകളിലേക്ക് മത്സരിക്കാനാണ് തീരുമാനം. 3 സഖ്യകക്ഷികളുടെയും ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങുക എന്നത് പ്രതിപക്ഷത്തിന് ഒരു പ്രധാന വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ നേതാക്കൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സഖ്യത്തിന്റെ കെട്ടുറപ്പും തെരഞ്ഞെടുപ്പ് സാധ്യതകളും നിലനിർത്തിക്കൊണ്ട് ഓരോ ഘടക കക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സീറ്റ് പങ്കിടൽ നടത്തുക എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 48-ൽ 30 സീറ്റുകളും മഹാവികാസ് അഘാഡി സഖ്യമാണ് നേടിയത്. കിട്ടിയ 30 സീറ്റുകളിൽ 13 സീറ്റുകൾ നേടി വിജയിച്ചത് കോൺഗ്രസ് ആണ്. പവാർ പിന്തുണയുള്ള NCP 8 സീറ്റുകൾ നേടി. ഉദ്ധവ് സേന 9 സീറ്റുകളുമാണ് നേടിയത്. ഇതിനു വിപരീതമായി ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന് 48-ൽ 17 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. 2019-ലെ BJPയുടെ 23 സീറ്റിൽ നിന്ന് ഗണ്യമായ കുറവുണ്ടായി. അതിപ്പോൾ വെറും 9 കുറഞ്ഞു. എന്തായാലും പ്രതിപക്ഷത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. ഇത് ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന്റെ തകർച്ചയാകും മഹാരാഷ്ട്രയിൽ സംഭവിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.